സിനിമയിലേക്ക് ഇത് ആദ്യമായിട്ട് ചേട്ടനോട് ധൈര്യത്തോടെ അത് ഏൽപ്പിച്ചത് ആരായിരുന്നു? അല്ല, ഞാൻ ആകാശവാണിയിൽ ഇതളുകൾ എന്ന് പറഞ്ഞൊരു പരിപാടി, ലഘു ചിത്രീകരണ പരിപാടി, ഹാസ്യ പരിപാടി ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാജീവ് കുമാർ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിരുന്ന ആർട്ട് ഡയറക്ടർ ശേഖറും കേട്ടിട്ടുണ്ട്. അവരാണ് മൈ ഡിയർ കുട്ടി ചാത്തനിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അനൗൺസ്മെന്റ് ആണ്. You have Tina Chanchuria from Malaysia, Lola Jilbia from Namibia. They have nothing. You have nothing to lose but 2 rupees, and they have nothing to lose but their clothes. എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇംപ്രവൈസേഷൻ പോലെ അതിനകത്ത് കുറച്ച് എഴുതി വെച്ചിരുന്നു. കുറേ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്റ്റംപറായിട്ട് ഇങ്ങനെ വാചകമൊക്കെ ഇട്ടു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ മൈക്ക് എൻ്റെ തട്ടിപ്പറിക്കുമ്പം എൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു കോമഡി എഫക്റ്റ് ആണ് വന്നത്. ആ ഫസ്റ്റ് പടത്തിൽ ഒരു കോമഡി അത്യാവശ്യം വർക്കായി. അതിനുശേഷം രണ്ടാമത്തെ പടത്തിൽ ഓടരുത് അമ്മാവ് ആളറിയാം എന്ന് പറയുന്ന പടത്തിൽ ഫുൾ ലെങ്ത് കോമഡി വേഷമാണ്. 3 നായകന്മാരാണ്. എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ശ്രീനിവാസനും മുകേഷും അവർ കുറച്ച് സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞു. ഞാൻ തുടക്കക്കാരനാണ്. അപ്പോൾ അവരുടെ കൂടെ കോമഡി ചെയ്ത് ആ പടത്തിലെ കോര എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഓടരുത് അമ്മാവ് ആളറിയാം ഹിറ്റായപ്പോൾ നമുക്കൊരു ആ രീതിയിലുള്ള കോമഡി കൈകാര്യം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞുള്ള ഇമേജ് വന്നു. അത് പിന്നെ നമുക്ക് തുറന്നു കുറേ നാള് മണ്ടനായിട്ടും ഹരിഹർ നഗറായപ്പോ ഏറ്റവും വലിയ മണ്ടനായി. ഞാൻ മാത്രമല്ല അവരും കൂടി ഉണ്ടായിരുന്നു. അതെ, ഏറ്റവും വലിയ മണ്ടനാക്കി.